പൂക്കാട്ടി അൽ മദ്രസത്തുൽ ഇസ്ലാമിയ അവിടെ വർഷത്തെ പഴക്കം തഴക്കം ചെന്ന ഒരു സ്ഥാപനമാണ്. ധാരാളം വിദ്യാർത്ഥിനികൾ ഈ മദ്രസയിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ഖുർആന്റെ പ്രചാരകരും ഖുർആന്റെ പ്രബോധകരുമായി മാറിയിട്ടുണ്ട്. അതിൽപ്പെട്ട അന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിനികളുടെ പേരക്കുട്ടികളാണ് ഇന്ന് അതിരാവിലെ തന്നെ ഈ മദ്രസയിൽ വന്നിട്ട് അവരുടെ കഴിവുകൾ, ഖുർആനോടുള്ള അവരുടെ ബന്ധം എങ്ങനെയെന്ന് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലുള്ള വിവിധ മഹാപണ്ഡിതന്മാരുടെ ഖുർആൻ പരിഭാഷയും അതുപോലെ ഇന്ത്യയിൽ തന്നെയുള്ള വിവിധ ഭാഷകളിലുള്ള ഖുർആൻ തന്നെയും ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് അതിൻ്റെ വലുപ്പത്തിലും ആകൃതിയിലും ലിപികളിലും അത് ഒരുപാട് വ്യത്യസ്ത പുലർത്തിയ ഖുർആനുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഖുർആനിൽ പറഞ്ഞ പ്രവാചകന്മാർ, ഖുർആനിൽ പറഞ്ഞ സസ്യങ്ങൾ, ഖുർആനിൽ പറഞ്ഞ ജീവികൾ, ഖുർആനിൽ പറഞ്ഞ ചരിത്ര സംഭവങ്ങൾ, ഖുർആനിൽ പറഞ്ഞ മൃഗങ്ങൾ, അങ്ങനെ ഖുർആനിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഇവിടുത്തെ വിദ്യാർത്ഥിനികൾ ഇവിടെ വരച്ച് തന്നെ കാണിച്ചിട്ടുണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ ശാസ്ത്രം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. മനുഷ്യനും ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതൊക്കെ സമ്പൂർണമായി സമഗ്രമായി പറയുന്ന അതാണ് ഖുർആൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഖുർആനെ ഈ കാലഘട്ടത്തിൽ, ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളെല്ലാം ഒരു റൂമിൽ, ഒരു ബെഡിൽ ഒതുങ്ങി അവരുടേതായ ലോകത്ത്, അവരുടേതായ മൊബൈലിൽ, അവരുടേതായ ആളുകളുമായി ചാറ്റ് ചെയ്യുകയും അവർക്ക് താല്പര്യമുള്ള ചാനലുകൾ തുറന്നു കാണുന്ന ഈ കാലഘട്ടത്തിൽ ഖുർആനെ നെഞ്ചിലേറ്റി ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആനിൻ്റെ അനുഷ്ഠാനങ്ങൾ, ഖുർആനിൻ്റെ നിയമങ്ങൾ, ഖുർആൻ പറയുന്ന വാക്യങ്ങൾ അത് നെഞ്ചിലേറ്റി ജീവിതത്തിൽ പകർത്തുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥിനികളും അവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും അവരെ തർബിയത്ത് നൽകി, തസ്കിയത്ത് നൽകി വളർത്തിക്കൊണ്ടുവരുന്ന അധ്യാപകരുടെയും ഒരു കൂട്ടായ്മയുടെ ഒരു എക്സിബിഷനാണ് ഇവിടെ വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ വളരെ ചെറിയ കുട്ടികളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഇത്രയും വലിയൊരു എക്സിബിഷൻ ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. ഖുർആൻ എന്നും എക്കാലത്തും മനുഷ്യന് ഏത് കാലഘട്ടങ്ങളിലും, ഏത് 6-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയ ഏത് കാലഘട്ടത്തിലും ഇനി ലോകാവസാനം വരെയുള്ള കാലഘട്ടത്തിലും അതിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട് അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവൻക്ക് ശരിയായ ദിശ കാണിച്ചു കൊടുക്കുന്ന ഈ വിശുദ്ധ ഖുർആൻ്റെ ഈ പ്രചാരണം, ഈ പ്രബോധനം നടത്താൻ ഈ കുട്ടികൾ മുന്നോട്ട് വന്നതിലും അതിനെ അവരെ തയ്യാറാക്കിയ അധ്യാപകരെയും അത് ഏറ്റെടുത്ത് ഇവിടെ പ്രദർശിപ്പിക്കാൻ വന്ന ഈ നാട്ടുകാരെയും പാരൻസിനെയും എല്ലാം അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടും. ഇതിനൊരു പ്രത്യേകത വെച്ചാൽ ഇത് ഏറ്റവും ചെറിയ മുസാഫാണ്. ഒരു സ്റ്റാമ്പിൻ്റെ വലിപ്പമേ ഉള്ളൂ ഇല്ലല്ലേ. സ്റ്റാമ്പ് നമുക്ക് കണ്ണട വെച്ചാൽ പോലും ഇത് ലെൻസ് ഉണ്ടെങ്കിൽ ഇത് വായിക്കാൻ കഴിയുള്ളൂ. അത്രയും ചെറുതാണ്. ഒരു സ്റ്റാമ്പ് ഉള്ള ചട്ട വലുതായി പോകുന്നതാണ്. ചെറിയ പ്രിൻ്റാണ്. അതിന് നിർദ്ദേശപ്രകാരം പ്രത്യേകമായ രീതിയിൽ അടിച്ച ഒരു ഖുർആനാണ്. നല്ല കവറിങ്ങും അതുപോലെ തന്നെ ഉള്ളിലുള്ള പിക്ചറുകളും ഒക്കെ വളരെ ഭംഗി. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.